ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഒരു പഫ് സമൂസയാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ സമൂസ ഉണ്ടാക്കുന്ന പോലെയല്ല, പഫ്സിൻ്റെ ഷീറ്റൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിന് നമുക്ക് ബട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല. ബട്ടർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ബട്ടർ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണ പഫ് ഷീറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ബട്ടർ കൂടുതൽ യൂസ് ചെയ്തിട്ടാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആട്ടയാണ് കേട്ടോ. പിന്നെ അളവൊന്നുമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പാകത്തിലാക്കിയിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് ലൂസാക്കിയിട്ട് കുഴക്കരുത്. കുറച്ച് ടൈറ്റായിട്ടുള്ള മാവ് തന്നെയാണ് ഇതിനാവശ്യമായിട്ടുള്ളത് കേട്ടോ. ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇത് നമുക്ക് ഒരുപാട് സമയം മാവ് മാറ്റി വെക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് മാത്രം നമുക്ക് മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കുഴച്ചതിന് ശേഷം. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു പാകത്തിനാണ് നമ്മൾ മാവ് കുഴക്കേണ്ടത്. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചീസാണ് എടുത്തിട്ടുള്ളത്. ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ചിക്കനോ എന്ത് വെജിറ്റബിൾസോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ ഫില്ലിംഗ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ചീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു അളവൊന്നുമില്ല കേട്ടോ, ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ഇതിനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ചീസ് ഞാനൊന്ന് ഉടച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളിയും മല്ലിയിലയും കൂടെ ഒന്ന് വഴറ്റി എടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് നമുക്കതിൽ ഇട്ടിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയും മല്ലിയിലയും കൂടെ വഴറ്റിയിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ ഏത് ചീസ് വേണേലും എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല, ചീസ് ഓൾറെഡി ഉപ്പുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഫില്ലിങ്, ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ്ങിലൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ 2 ഭാഗങ്ങളാക്കിയിട്ട് അങ്ങനെയാണ് പരത്തിയെടുക്കുന്നത്. ഒന്നായിട്ടാണെങ്കിൽ അങ്ങനെ ഒറ്റതാക്കിയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയതിന് ശേഷം കുറച്ച് ഓയിലോ നെയ്യോ ബട്ടറോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ബട്ടറാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. ഓയിലാണെങ്കിലും കുഴപ്പമില്ല, ലെയറുകളായിട്ട് തന്നെ വരും. പക്ഷേ ബട്ടറോ നെയ്യൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ അത് ഓയിൽ തേച്ചതിന് ശേഷം കുറച്ച് പൊടി മൈദ തന്നെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചൊന്ന് ബട്ടറൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ മുകളിലായിട്ട് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് നമ്മൾ മടക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളൊരു 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. എന്നാലും നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ സമോസൻ്റെ ആ ഒരു ഇതിൽ നല്ല ലെയറുകളായിട്ട് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചെയ്യുക. ബട്ടറും നെയ്യൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ ഓയിൽ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ വീണ്ടും പരത്തിയെടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പരത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ ബട്ടറൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മൈദ അതിൻ്റെ മുകളിൽ തൂവിയിട്ട് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പഫ് ഷീറ്റ് പോലെ തന്നെ കിട്ടും. പഫ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ബട്ടറൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അതൊന്ന് ഫ്രീസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ വീണ്ടും ചെയ്യാം. ഒന്നും കൂടെ നമ്മളിത് പരത്തിയെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ബട്ടറൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ബട്ടറാണെങ്കിലും നെയ്യാണെങ്കിലും നമുക്കിതിന് ആവശ്യമായിട്ട് വരുള്ളൂ. നമ്മളിതൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ബട്ടറോ അല്ലെങ്കിൽ ഒരുപാട് നെയ്യൊന്നും നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ കുറച്ച് പൊടി തൂവി കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് മൈദക്ക് പകരം നിങ്ങൾക്ക് ആട്ടനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അപ്പോൾ മൈദയാണ് തൂവി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഗോതമ്പ് പൊടി എടുത്തതിന് പകരം നിങ്ങൾക്ക് മൈദയിൽ ഇത് ചെയ്യാം. ഇപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. ഇപ്പോൾ ഗോതമ്പ് പൊടീൻ്റെ അധികം കളറൊന്നുമില്ല കേട്ടോ, തവിടൊന്നും ഇല്ലാത്ത ഗോതമ്പ് പൊടിയാണ്.
ഇവിടെ നമുക്ക് അങ്ങനെ കുറച്ച് മൈദ കൂട്ടുള്ള ഗോതമ്പ് പൊടിയാണ് അധികം കിട്ടാറുള്ളത്. അപ്പോൾ നന്നായിട്ട് വീണ്ടും പരത്തിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് അങ്ങനെ ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളുടെ ഒരു എത്ര സൈസിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു പാകത്തിന് നമ്മളിത് മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ സൈഡ് ഭാഗമൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്ക്വയർ പീസുകളാക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡൊക്കെ ഒരു വൃത്തികേടായി നിൽക്കുന്ന ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഷേപ്പ് കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ 4 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് സെൻറ്റർ കൂടെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ കുഞ്ഞു കുഞ്ഞു സമൂസകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ പഫ് പേസ്ട്രി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ ഒരു സൈസ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഷീറ്റ് 6 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടെ പരത്തിയെടുക്കാണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ആ പരത്തുന്നേക്കാൾ കൂട്ടിയാൽ മതി. വേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ഈ ഓരോ ഷീറ്റിലും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചീസിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് ഫില്ലിങ് തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, ചിക്കനോ വെജിറ്റബിളോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ചീസ് വെച്ചിട്ട് ചെയ്യുന്നു മാത്രം. ചീസ് ഉണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കൂ. ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇനി നമുക്ക് എല്ലാത്തിലും അത്യാവശ്യത്തിന് ഫില്ലിങ് വെച്ചിട്ട് ഇത് നമുക്ക് സമൂസൻ്റെ ആ ഒരു ഷേപ്പിൽ കോണാക്കിയിട്ടൊന്ന് മടക്കിയെടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ പഫ്സ് ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾക്ക് അങ്ങനെ മടക്കിയെടുക്കുക. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ആ ഒരു അറ്റം നമ്മൾ ഒട്ടിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അത് ഇതായിട്ട് ലെയറുകളായിട്ട് വരില്ല ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ചീസ് വെച്ചതിന് ശേഷം ചീസ് പുറത്ത് വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ സ്ക്വയറാക്കിയിട്ട് തന്നെ മടക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ മാവ് കട്ട് ചെയ്ത് വെച്ച ബാക്കിയെല്ലാം കൂടെ എടുത്തിട്ടാണ് ബാക്കിയുള്ളത് പരത്തിയെടുക്കുന്നത്. സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ 3 പ്രാവശ്യം അതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ബുദ്ധിമുട്ടുള്ളവരൊന്നും പരീക്ഷിക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഈ കൊറോണൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ സമയത്ത് ഉണ്ടാക്കി നോക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടായ ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ സ്നാക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് 2 ഭാഗവും ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഈ സമയത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയമാവും. അപ്പോൾ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി പരീക്ഷിക്കാനുള്ള ഒരു സമയമൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മാറിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു റെഗുലറായിട്ട് ചെയ്യാന്നുള്ള ഒരു ഇതിൽ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ സൗകര്യമുള്ളവരൊക്കെ കണ്ടു നോക്കുക. എല്ലാവരും കാണണമെന്നൊന്നും നിർബന്ധമൊന്നും പറയണില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ ഒരു അറ്റം ഒക്കെ ഒന്ന് ലെയറുകളായിട്ട് ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത് സോസിൻ്റെ കൂടെ അതുപോലെ മയണൈസിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റില്ലെങ്കിൽ മല്ലിയില ചട്നീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.